ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നത്? ചെറിയ മുട്ട റോസ്റ്റ്, ഉള്ളി തക്കാളിയൊക്കെ വാട്ടി അതിക്ക് പുഴുങ്ങിയ മുട്ട ഇട്ടാണ്ടല്ലോ ഒരു റോസ്റ്റ് അല്ലേ. കഴിക്കുള്ളതൊക്കെ വലിയ ഉള്ളിയാണ്, തക്കാളി, കരിവേപ്പില, മല്ലിയില, പച്ചമുളക്, മുട്ട വഴുണ്ട്, കുറച്ച് ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതാട്ടോ. എന്താ പച്ച കളർ ചോദിച്ചു, കരിവേപ്പില ഇട്ടിട്ടുള്ളൊരു കളർ. ഉള്ളി എന്താ അങ്ങനെ? ആ ഉള്ളി ഞാൻ എന്താണോ ഒക്കെ വാട ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നേരമില്ലാത്തതുകൊണ്ട്, അരിയാൻ നേരമില്ലാത്തതുകൊണ്ട് മിക്സിയിലിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത്. അപ്പോൾ കുറച്ച് ക്രഷ് ചെയ്യും, പക്ഷേ പെട്ടെന്ന് വാടി കിട്ടും. കുട്ടികൾ പോകുമ്പോഴത്തേന് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഒരുങ്ങാല്ലേ സെറ്റ്. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് എന്താ വെച്ച് കൊടുക്കണേ? വെളിച്ചെണ്ണ മതിയില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാട്ടോ. ഞങ്ങൾ ഉള്ളി ഇട്ടിട്ടോ, വെളിച്ചെണ്ണ വാറുന്നു, ഉള്ളി ഇട്ടു. അപ്പം എന്താ വെച്ചാലേ വീഡിയോ എടുത്തീനി, പക്ഷേ അത് ഓണാക്കാൻ മറന്നാണ്ടാണ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പം നമ്മൾ ഉള്ളി ഇട്ടു, അതിലേക്ക് പച്ചമുളകും കരിവേപ്പിലും ഇട്ടു. ഇതൊന്നും നമുക്ക് വാട്ടാം. ഇങ്ങനെ അപ്പോൾ ശരി, നമുക്ക് ട്രിക്ക് ഉണ്ട്, ആരും അറിയാത്ത, ഇതുവരെ ആരും ചെയ്യാത്ത, ആരും ആക്കാത്ത. ഉപ്പിട്ടെടുക്കുക. അപ്പോൾ ഉപ്പിട്ടിട്ട പെട്ടെന്ന് വാടും. ഇത് ആർക്കും അറിയില്ലല്ലോ, നമുക്ക് മാത്രം അറിയാൻ ട്രിക്ക്. അറിയണമല്ലോ നമ്മളെ കമൻ്റ് അടിച്ച് കൊല്ലലിട്ട് ഗൈസ്. അതൊന്നും നല്ലോണം തീ കുറവാ, തീ ഫുള്ള് തന്നെയാണ്. പക്ഷെ ഒന്നാമത് ഇത് ക്രഷ് ആക്കിയതുകൊണ്ടേ കുറച്ച് വെള്ളത്തിൻ്റെ ഉണ്ടാവില്ലേ, അങ്ങനെ ആകുമ്പോൾ വാടാൻ കുറച്ചധികം ഗതികേടാണ്. ആ വെള്ളം പെട്ടെന്ന് വറ്റും, പെട്ടെന്ന് വാടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് വന്ന വെള്ളം ഇങ്ങനെ നോക്കി. എന്തായാലും വെയിറ്റിങ്. മറ്റേ അയാൾ പറയുന്ന ആര് എന്താ സ്റ്റാർ മാജിക്കത്തെ എന്താ വർത്താനോ? ആ ഗൈസ്, എന്തെങ്കിലുമൊക്കെ വർത്താനോ. ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിങ്ങില്ല, എന്നാവട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പം നമ്മളെ ഉള്ളി വാടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളകും പൊടി ഇടാറ് ചെറിയ. അപ്പം ഇങ്ങനെ ഈ ഒന്നാൾ ഇങ്ങനെ ഉണ്ടാക്കി ചോദിച്ചില്ല എത്തിനാണ് ഈ മുളകും പൊടി ഒരു തുള്ളി കൊടുക്കാം. ആ എണ്ണയിൽ കണ്ടിട്ടാൽ എന്താവും ചെറിയ നല്ല കളറായി വരും. ഇവിടെ എണ്ണ കുറവായതുകൊണ്ട് കുറവാണ്. മുളകും പൊടി ഇടണം. എരിഞ്ഞിട്ട് പൊടി അധികം ഇടയില്ലല്ലോ, മുളകും പൊടി വേണ്ടി വരും. ആണോ? അപ്പം എന്താ തക്കാളി ഇടട്ടാ, തക്കാളി അല്ലേ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് അതുണ്ടായി, പക്ഷെ നമുക്ക് കുറച്ചിടണുള്ളൂ. എന്തുകൊണ്ടാ അറിയാം, ഇല്ലാത്തോണ്ട് കുറച്ച് ഇതാണെന്ന് പറയണ്ട. എന്താ അറിയോ, ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞു. ഈ രാവിലെ നീച്ചാണ്ട് ഉണ്ടാക്കാൻ ടൈമില്ല, മടി. പിന്നെ ടൈമില്ല കുട്ടിക്ക്. 40 ഷിനാത്തിന് ബസ് വരും. അല്ലുവിന് ഇന്ന് എക്സാമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ആയിട്ട് ഇതിലേക്ക് തക്കാളി ഇടാം. ഇതിന് ഒരു കൊണ്ടുവച്ചാൽ മതി. ഒന്നിട്ടാവും. കൊണ്ടാക്കണോ? തക്കാളി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുട്ടയും മുട്ട റോസ്റ്റും ദോശയില്ലേ, അപ്പം ദോശ എന്തൊക്കെയാണ് പറയല് എനിക്കറിയില്ല. ദോശ എന്നല്ലേ നമ്മൾ പറയല്. നല്ല കോമ്പിനേഷൻ. ചിലപ്പോൾ ഞാൻ ഒരു 10 ദിവസം വീഡിയോ ഉണ്ടാവില്ലല്ലേ. ക്രിസ്മസ് കൂട്ടി നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. ഞങ്ങൾ രണ്ടാളും ഇല്ലാതെ വീഡിയോ രസമല്ല. വോയിസ് ഓവർ ഇപ്പം ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ അല്ലേ. അതൊരു ടാസ്ക്. ഇങ്ങനെ ഒരു എളുപ്പമുള്ളത്
ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതൊരു ബോധം. അതിന് ഒന്നാമത് നമുക്കൊരു മടിയാണ് ആദ്യം. എന്താ എങ്ങനെയാണ് എന്താ ആൾക്കാർ. ഇത് നല്ല സുഖമാണ് എടുക്കുക, കമ്പനിയിൽ കൊടുക്കുക, പോസ്റ്റ് ഇതിപ്പോൾ നമുക്ക് ഇനി ഇടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ? കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇടാല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന പൊടിയൊക്കെ ഇട്ടോളൂ. അപ്പോൾ നമ്മൾ കിട്ടുന്ന പൊടി ഇടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? കുരുമുളക് പൊടി ഇട്ടേണ്ട. ഇതെന്താ? കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് എന്താ മുത്തേ? ആ കണ്ണിൻ്റെ മുകളിലേക്ക് അത് ഒഴിവാക്കി മല്ലിപ്പൊടി കുറച്ച് മതി. മല്ലിപ്പൊടി ഇടലുണ്ടോ? എന്തായാലും ഓള് ഇട്ടേക്കണം കേട്ടോ. കജ്ജി കിട്ടുന്ന പൊടിയൊക്കെ കുറച്ച് ഇടലുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഗരം മസാല ഇടണോ? നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതല്ലേ, എന്നാൽ അത് കൊണ്ടുവന്നിട്ടോളൂ. ഗരം മസാല കുറച്ചിട്ട് നല്ല രസമുണ്ടാവും. അപ്പം നമ്മളെ ഗരം മസാല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ് കേട്ടോ. കാണിച്ചെടുക്കിലേക്ക് ഞങ്ങൾ തന്നെ അത്ര തോന്നൊന്നും വേണ്ടില്ലേ, കുത്താവോ. എന്തായാലും ഇട്ട് കുത്തൂല. ഇത് ഞങ്ങളൊരു സ്റ്റൈലാട്ടോ, ഉണ്ടാക്കി വെക്കി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കണേ. നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചിലതൊക്കെ അല്ലേ, നമ്മൾ ഇന്നാളൊരു രസം ഉണ്ടാക്കിയില്ലേ, അത് നമ്മൾ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതേന്. ഇത് യൂട്യൂബിലല്ല കേട്ടോ, അത് യൂട്യൂബ് നോക്കി ഫ്ലോപ്പായി പോയി. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസത്തിന്റെ എന്താ പറയാ, രസത്തിന്റെ ടേസ്റ്റും അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ലുക്കില്ലായിരുന്നു. പക്ഷെ കാര്യം വർക്കിലാണ്, അവർക്ക് വർക്കില്ല സാറായിരുന്നു. വർക്ക് സാറ് കഴിക്കാൻ ലാസ്റ്റ് നമ്മളെ മുട്ട കിട്ടാൻ ചെറിയ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാണ് ഗൈസ്. ഉടയല്ല നമ്മളെ അപ്പം നമ്മൾ മുടുക ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇന്നത്തെ പിന്നെ പറയലേ മുട്ട അല്ലെങ്കിൽ എഗ്ഗ്. ഞാൻ പറയാൻ നിൽക്കുക, നിങ്ങൾ എഗ്ഗ് എന്നൊന്നും പറയല്ലേ കേട്ടോ. പണ്ടത്തെ വല്യമാരെ അറിഞ്ഞാർക്ക് മുടുക. അപ്പം നമ്മളെ മുടുക നമ്മള് ഒന്നൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടോ. നമ്മളെ അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന വേറെ സാധനമാണ് മല്ലിച്ചപ്പ്. സത്യം പറഞ്ഞാൽ മല്ലിച്ചപ്പ് വേറെ ഇങ്ങനെ ആയത് എന്താണ്, ഫ്രിഡ്ജ് ആരോ കൂട്ടിച്ച് ആണോ. അപ്പം അതിനൊരു പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് തയ്ക്കണം. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സെറ്റ് ഗൈസ്. നിങ്ങളൊന്നും ഇടാത്തൊരു സാധനം കേട്ടോ, നിങ്ങൾ ഇടലുണ്ടോ അറിയൂല. ചില ആൾക്കാരൊക്കെ ഇടും, ചില ആൾക്കാർ കാണിച്ചെടുക്കിരിക്കെ. ഇതാണ് നമ്മളെ കസൂരി മെത്തി. നമുക്കൊന്ന് ഞങ്ങളിത് എല്ലാത്തിനും ചിക്കൻ കറി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കൊരു നല്ല നമ്മൾ ഇങ്ങനെ കസൂരി മേത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പം ഇതാണ് നമ്മളെ മുട്ട റോസ്റ്റ് ഫൈനല്. അതിതാണ് നമ്മളെ മൂടി അപ്പോൾ ഷിനാസിന് പോകാമല്ലോ എന്ന് സെറ്റ് ആക്കിട്ടെ ഗൈസ്. വെള്ളമൊക്കെ പാത്രത്തിലൊക്കെ ആക്കി. ചോറ് വേണ്ട, സ്നാക്സ് ആക്കിയില്ലേ, അത് നല്ലൊരു സ്മെല്ല് കേട്ടോ. അരച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. സെർവ് ചെയ്യുമ്പോൾ ഓക്കെ സെറ്റ് ഗൈസ്. അപ്പം സെർവ് ചെയ്യുമ്പം ഇത് മണക്കുണ്ട്. ഗ്യാസ് ഓഫാക്കി ഇതാക്കില്ല. അപ്പോൾ ഗൈസ് അതിലേക്ക് കുറച്ച് വൈറ്റ് എള്ളും കൂടി ഇട്ടാണ്ട് നമ്മളതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.